മാക്യൂൾ, പാപ്യൂൾ, പ്ലാക്ക്, നോഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബേസിക്കലി സ്കിന്നിൻ്റെ സ്ട്രക്ചർ എടുത്താൽ എപ്പിഡേമിസ് ഉണ്ട്, ഡേർമിസ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഉണ്ട്. മറ്റു അവയവങ്ങൾ എന്ന് പറയുമ്പോൾ സ്വെറ്റ് ഗ്ലാൻഡ്, ഹെയർ ഫോളിക്കിൾ, ബ്ലഡ് വെസൽസ്, ഫാറ്റ് സെൽസ്, ലിംഫ് വെസൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സ്ട്രക്ചർ നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കി വെക്കണേ. ആ റെഡ് കാണുന്നത് എപ്പിഡേമിസ്, അതിൻ്റെ താഴെയുള്ളത് ഡേർമിസ്, ഫാറ്റ് സെൽസ് ഉള്ളതാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓക്കെ. സ്കിൻ ലാർജസ്റ്റ് ഓർഗൻ ഓഫ് ദ ബോഡിയാണ്. സർഫസ് ഏരിയ 2 മീറ്റർ സ്ക്വയർ. ഏതാണ്ട് 15 to 20% ബോഡി വെയ്റ്റും സ്കിന്നിൻ്റെയാണ്. ഒരാളുടെ ബോഡിയിൽ തന്നെ സ്കിൻ സ്ട്രക്ചറും തിക്നെസ്സും പല സൈറ്റ്സിലും ഡിഫർ ചെയ്യും. ഈ സ്കിൻ ടെർമിനോളജി ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ സ്കിൻ ടൂളിലോ കൊടുത്തിരിക്കുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും സൈസും ഒക്കെ വ്യത്യാസമുണ്ട് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്കിൻ ടൂള് 2014 ആണ് ഈ സ്കിൻ ടൂള് ഫോമുലേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ മാക്യൂൾ പിറ്റയ്ക്ക് പാച്ച് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇട്ടേക്കുന്നത് എല്ലാം ഈ സ്കിൻ ടൂളിൽ കൊടുത്തേക്കുന്നതാണ്. ദാറ്റ് ഈസ് macule, a flat lesion you can't feel as it is not raised from the skin surface, but if pressure is applied using a thumb the red color disappears. ഇപ്പം അങ്ങനെയൊന്നും അല്ല മാക്യൂളിൻ്റെ ടെർമിനോളജി. ഫസ്റ്റ് പിക്ചർ കണ്ടോ, മാക്യൂൾ. സോ വാട്ട് ഈസ് എ മാക്യൂൾ എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് circumscribed non-palpable lesion that differs in color from the surrounding skin. No size for a macule. അപ്പോൾ any color change from the surrounding skin ആണെങ്കിൽ അതൊരു macule ആണ്. ഓക്കെ. എനി കളറാകാം, എനി ഷേപ്പ് ആകാം, സൈസ് പറയുന്നില്ല മാക്യൂളിന്. പക്ഷേ പാൽപ്പബിൾ ആയിരിക്കരുത്, അതാണ് മാക്യൂൾ. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീസിൽസിൻ്റെ ഏർലി സ്റ്റേജിൽ ആ മാക്കുലാർ റാഷ് വരുന്ന പാൽപ്പബിൾ ആയിരിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാക്കുലോ പാപ്പുലർ റാഷ് വരും, അപ്പം പാൽപ്പബിൾ ആയിരിക്കും. ആ മാക്കുലാർ റാഷ് ആ കളർ ചേഞ്ച് മാത്രം വരുന്നതാണ് മാക്യൂൾ. മറ്റു എക്സാമ്പിൾസ് മാക്യൂളിൻ്റെ, ഇതെന്ത് പിക്ചറാണ്? വെള്ളപ്പാണ്ടിൻ്റെ വിറ്റിലിഗോ. ഇവിടെ സ്കിൻ പാൽപ്പബിൾ റേസ്ഡ് ഒന്നും ആയിരിക്കത്തില്ല, സറൗണ്ടിങ് സ്കിൻ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ഡീപിഗ്മെൻറ്റഡ് മാക്യൂൾ അല്ലെങ്കിൽ വൈറ്റ് മാക്യൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് പിക്ചർ കണ്ടോ, മംഗോളിയൻ സ്പോട്ട്സ്, ന്യൂ ബോൺസിലൊക്കെ കാണുന്ന ബ്ലൂയിഷ് ആയിട്ടുള്ള മാക്യൂൾ. അപ്പോൾ ടെർമിനോളജി ക്ലിയർ ആയോ? മാക്യൂൾ എന്ന് പറയുന്നത് നോൺ പാൽപ്പബിൾ ആയിരിക്കണം, എനി കളർ ചേഞ്ച്, എനി ഷേപ്പ്. There is no size for a macule. Next is a papule. Papule എന്ന് പറയുന്നത് ഒരു elevated solid lesion that is less than 1 centimeter in diameter. അപ്പോൾ ഇത് കുറച്ചൊരു അപ്രോക്സിമേറ്റ് നിങ്ങൾക്കൊരു സ്കിൻ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ ഇത് ലെസ് ദാൻ 1 centimeter ആണ്, റേസ്ഡ് ആണ്, ഇതൊരു പാപ്യൂളാണ്. എക്സാമ്പിൾസ് പറഞ്ഞാൽ ഫസ്റ്റ് പിക്ചറിലെ എക്സാമ്പിൾ വൈറൽ വാട്ട്സ് ആണ്. വാട്ട്സ്, അരുമ്പാറ. പാപ്യൂൾസ് അപ്രിഷ്യേറ്റ് ചെയ്യാവോ? സെക്കൻഡ് പിക്ചറിലും വാട്ട്സ് തന്നെയാണ്. ഫേസിലെ ലീഷൻ, ഐലിഡ്സിലെ ലീഷൻ അപ്രിഷ്യേറ്റ് ചെയ്യാവോ? സ്മോൾ പാപ്യൂൾസ് ഓൺ ദ ഫേസ്. പാപ്യൂൾസിൻ്റെ വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൊളസ്കം കണ്ടേജിയോസം. ദിസ് ഇസ് കോസ്ഡ് ബൈ എ വൈറസ്, പോക്സ് വൈറസ്. ഫസ്റ്റ് പിക്ചറിൽ കാണാം നമുക്ക് ഡോം ഷേപ്ഡ് പാപ്യൂൾസ് കാണാം, സെൻട്രൽ ഡിപ്രഷനുള്ള പാപ്യൂൾസ് കാണാം. ദ സെയിം തിങ് ഹാസ് ബീൻ ഹൈലൈറ്റഡ് ഇൻ ദ സെക്കൻഡ് പിക്ചർ where you can see the central depression. So umbilicated papules വരുന്ന കണ്ടീഷനാണ് മൊളസ്കം കണ്ടേജിയോസം. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. പാപ്യൂൾസ് വരുന്ന മറ്റു കണ്ടീഷൻസ്,
സ്കേബീസ് എല്ലാവർക്കും വളരെ കോമൺ ഫെമിലിയർ കണ്ടീഷനാണ്. സ്കേബീസ് ഇസ് കോസ്ഡ് ബൈ യെസ് വെരി ഗുഡ് സാർക്കോപ്റ്റസ് സ്കേബി ഒരു മൈറ്റാണ്. സോ ദിസ് മൈറ്റ് ഈസ് യൂഷ്വലി ഇൻഫെക്റ്റിംഗ് ദ എപ്പിഡേമിസ്. എപ്പിഡേമിസിലെവിടെ? സ്ട്രാറ്റം കോണിയം, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നതാണ് സ്കേബിറ്റിക് മൈറ്റ്. സ്ട്രാറ്റം കോണിയം ബറോ ചെയ്ത് സ്ട്രാറ്റം കോണിയത്തിൻ്റെ തൊട്ട് താഴെ കൂടെ ബറോ ചെയ്ത് പോകും. അപ്പോൾ ഇൻ്റർ ഡിജിറ്റൽ സ്പേസസിലെ പാപ്യൂൾസ് അപ്രിഷ്യേറ്റ് ചെയ്യാവോ? ഫസ്റ്റ് പിക്ചറിൽ ദാറ്റ് ഈസ് എ ക്ലാസിക്കൽ സൈറ്റ് ഓഫ് സ്കേബീസ്. ദെൻ ജെനിറ്റേലിയയിലെ പാപ്യൂൾസ് വന്നു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ജെനിറ്റേലിയയിൽ എക്സ്റ്റേണൽ ജെനിറ്റേലിയയിൽ പാപ്യൂൾസ് വന്നു കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ഡയഗ്നോസിസ് ഷുഡ് ബി സ്കേബീസ്. ഓക്കെ. So papule definition clear alle. It's a solid lesion that is less than 1 centimeter in diameter. Next is a plaque. Plaque is an elevated circumscribed lesion which is greater than 1 centimeter in diameter. So idil ee picture കാണുന്ന എന്താണ് diagnose ചെയ്യാവോ? Condition? It is raised, skin colored, highly pruritic, usually follows infection. It can occur due to other causes also, drug induced, inhalation. Allergic എന്ത് അലർജിയാണ് ഇത്? ദിസ് ഇസ് നോൺ ആസ് urticaria. Urticaria എന്ന് പറയുന്നത് it is due to mast cell degranulation in the skin as a result of which dermal edema occurs. ഡെർമിസിൽ ഫ്ലൂയിഡ് അല്ല എഡീമ വരുന്നതാണ് ഈ കാണുന്ന urticarial plaques, otherwise known as wheals. Wheals are pathognomonic of urticaria. അപ്പോൾ ഈ പിക്ചർ എപ്പോഴും ഇപ്പം അലർജി പറഞ്ഞു, എന്ത് ടൈപ്പ് ഓഫ് അലർജി എന്ന് വെച്ചാൽ urticarial plaques ആണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ഡെർമൽ എഡീമ. ഇറ്റ് ഈസ് ട്രാൻസിയൻറ്റ്, 24 hours യൂഷ്വലി ഡിസപ്പിയർ ചെയ്യും, പക്ഷേ ഹൈലി പ്രൂറിറ്റിക് ആണ്. നോഡ്യൂൾ എന്ന് പറയുന്ന ആ ടേം ഇറ്റ് സെൽഫ് സജസ്റ്റ് ഇറ്റ്സ് സംതിങ് ഡീപ്പ് ഇൻ ദ ഡെർമിസ് ഓർ സബ്ക്യൂട്ടേനിയസ് ലെയർ. അപ്പം നമുക്ക് മോർ ഓഫ് പാൽപേറ്റ് ചെയ്താൽ കാണാൻ പറ്റും, പക്ഷേ പിടിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടെ ഡെപ്ത് കാണും. ദാറ്റ് ഈസ് നോഡ്യൂൾ. അപ്പോൾ അതിൻ്റെ ഇൻ്റർനാഷണൽ ഡെഫിനിഷൻ ഈസ് എ സോളിഡ് പാൽപ്പബിൾ ലീഷൻ ഇൻ ദ ഡെർമിസ് ഓർ സബ്ക്യൂട്ടസ് which can be observed as an elevation or can be palpated. എന്ന് വെച്ചാൽ നമുക്ക് കാണാനും പറ്റും, പാൽപേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. യൂഷ്വലി ഗ്രേറ്റർ ദാൻ 0.5 centimeter in diameter. വെസിക്കിൾ എല്ലാവരും ഫെമിലിയർ ആണ്. വെസിക്കിൾ ഇസ് എ സർക്കംസ്ക്രൈബ്ഡ് എലിവേഷൻ ലെസ് ദാൻ 1 centimeter in diameter that contains fluid. ഓക്കെ. വെസിക്കിൾസ് അപ്രിഷ്യേറ്റ് ചെയ്യാവോ? Umbilicated vesicles as well as clear vesicles surrounding erythema ആയിട്ടും ഉണ്ട്. ഇത് ഏത് കണ്ടീഷനാണ്? I have written there. Chicken pox, varicella. ഇനി if it is greater than 1 centimeter, then it becomes a blister or bulla. So if it is less than 1 centimeter, it is a vesicle. If it is greater than 1 centimeter, it's a blister or bulla. പസ്റ്റ്യൂളിനും സൈസ് ഇല്ല. എ സർക്കംസ്ക്രൈബ്ഡ് ലീഷൻ ദറ്റ് കണ്ടെയ്ൻസ് പ്യുർലൻ്റ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് എ പസ്റ്റ്യൂൾ. വളരെ സിമ്പിളാണ് ഡെഫിനേഷൻ. എനി പ്യുർലൻ്റ് മെറ്റീരിയൽ ഉള്ള ഒരു പസ്റ്റ്യൂളാണ്. അപ്പോൾ പസ്റ്റ്യൂൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? പസ്റ്റ്യൂൾസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലേ പസ്റ്റ്യൂൾസ് വരുന്നത്? ഏത് ബാക്ടീരിയ ആണ് സാധാരണയായിട്ട് പസ്റ്റ്യൂൾസ് കോസ് ചെയ്യുന്നത്? സ്റ്റാഫിലോകോക്കസും സ്ട്രെപ്റ്റോകോക്കയാണ് ഏറ്റവും കോമൺ ബാക്ടീരിയ ഈ പസ്റ്റ്യൂൾസ് കോസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംപെറ്റൈഗോ എന്ന് പറയുന്ന കണ്ടീഷൻ യൂഷ്വലി പസ്റ്റ്യൂൾസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ബോത്ത് സ്റ്റാഫിലോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ക്യാൻ കോസ് ഇംപെറ്റൈഗോ. ഇതും പസ്റ്റ്യൂളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഫറങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ഒരു കോമൺ ടേം ഫറങ്കിൾ. ഇത് മെഡിക്കൽ ടേമാണ് ഫറങ്കിൾ എന്ന് പറയുന്നത്. കോമൺ ടേം എന്ന് പറയുന്നത്
ബോയിൽ നമ്മുടെ ഒരു കുരു വരുന്നതാണ് ഫറങ്കിളെന്ന് പറയുന്നത്. അതിൽ പസ് പോയിൻ്റ് ചെയ്യുന്ന കാണാമോ? ഇനി പല ഫറങ്കിൾസ് കൂടെ ജോയിൻ ചെയ്ത് വരുന്ന ഒരു കാർബങ്ങൾ ഫോം ചെയ്യുക, മൾട്ടിപ്പിൾ സൈറ്റ്സിൽ നിന്ന് പസ് ഡിസ്ചാർജ് ചെയ്യുക. അതാണ് സെക്കൻഡ് പിക്ചർ. ഇതും മോസ്റ്റ് കോമൺ കോസ് ഇസ് സ്റ്റാഫിലോകോക്കസ്. തേർഡ് ഇസ് ആബ്സസ്. ആബ്സസ് എന്ന് പറയുമ്പോൾ നെക്രോട്ടിക് മെറ്റീരിയൽ ഡീപ്പായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആബ്സസ് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ പേഷ്യൻറ്റ് ഹാസ് ടു ബി റെഫേർഡ് ടു എ സർജൻ ടു ലെറ്റ് ഔട്ട് ദ പസ്. ഓക്കെ. അപ്പോൾ ഇവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ സ്കിൻ ടൂളിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹാസ് ദ റാഷ് ഗോട്ട് ഫ്ലൂയിഡ് ഫിൽഡ് ലീഷൻസ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഫ് യെസ്, നിങ്ങൾ ഫ്ലൂയിഡ് ഫിൽഡ് ലീഷൻസ് കാണുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് കോമൺ ആയിട്ട് തിങ്ക് ചെയ്യണം. വൈറൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും. വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ വാരിസെല്ല, ദാറ്റ് ഇസ് ചിക്കൻ പോക്സ്, അതാണ് ഏറ്റവും കോമൺ ആയിട്ട്. ഒരു ഫീവർ കാണും, പോളിമോർഫിക് റാഷ് ആയിരിക്കും, പാപ്യൂൾസ്, പാപ്പിലോ വെസിക്കിൾസ്, വെസിക്കിൾസ്, പസ്റ്റ്യൂൾസ് എല്ലാം കാണും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡ്യൂ ഡ്രോപ്പ് ഓൺ റോസ് പെറ്റൽ. ഡ്യൂ ഡ്രോപ്പ് ഓൺ റോസ് പെറ്റൽ എന്ന് വെച്ചാൽ, ഡ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്ന ആ വെസിക്കിൾ ക്ലിയർ ഫ്ലൂയിഡ് കണ്ടെയ്നിങ് വെസിക്കിളാണ്. അതിൻ്റെ ചുറ്റും ഒരു എറിത്തീമ വരുന്നതാണ് ഈ റോസ് പെറ്റൽ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ലീഷനിൽ നമുക്ക് 1-2 ലീഷൻസിൽ ഒരു സറൗണ്ടിങ് എറിത്തീമ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിക്കൻ പോക്സ് യൂഷ്വലി ഹൈലി ഇൻഫെക്ഷ്യസ് ആണ്. ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ട്രീറ്റ്മെൻറ്റിന് റെഫർ ചെയ്യണം പേഷ്യൻറ്റിന്, ഐസൊലേറ്റും ചെയ്യണം. സെക്കൻഡ് ഇസ് ഇംപെറ്റൈഗോ. ഇംപെറ്റൈഗോയിൽ മെയിനായിട്ടുള്ള പസ്റ്റ്യൂൾസാണ്. പസ്റ്റ്യൂൾസ് വന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അഡ്ജസൻറ്റ് സ്കിന്നിലുമൊക്കെ ന്യൂ പസ്റ്റ്യൂൾസ് വരും. മെയിൻലി ബാക്ടീരിയൽ ഇൻഫെക്ഷന് പ്രോപ്പർ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഇസ് നെസസറി. ഇസ് ദ റാഷ് പാപ്പുലർ? ശരിക്കും ഇതിൽ ഇവർ റാഷ് പാപ്പുലാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസ് ഈ സ്കിൻ ടൂളിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഏർട്ടിക്കേരിയ കൊടുത്തിട്ടുണ്ട്, മൊളസ്കം, സ്കേബീസ്, ഇൻസെക്ട് ബൈറ്റ്സ്. ഏർട്ടിക്കേരിയ പാപ്യൂൾസും പ്ലാക്സും ആയിട്ടും പ്രസൻറ്റ് ചെയ്യും, ബിക്കോസ് ഡെർമൽ എഡീമയല്ലേ. അപ്പോൾ പാപ്യൂൾസ് ട്രാൻസിയൻറ്റ് എർത്തിമാറ്റസ് ഓർ സ്കിൻ കളേർഡ് papules as well as plaques, which are usually evanescent. Evanescent എന്ന് പറയുമ്പോൾ usually disappears by 24 hours. മൊളസ്കം കണ്ടീജിയോസിലെ ഡോം ഷേപ്ഡ് പാപ്യൂൾസ് അപ്രിഷ്യേറ്റ് ചെയ്യണം. സെൻട്രൽ ഡിപ്രഷൻ അപ്രിഷ്യേറ്റ് ചെയ്യണം. പേളി വൈറ്റ് ലീഷൻസ് എന്നാണ് ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ. സ്കേബീസ് നമ്മൾ നേരത്തെയും പറഞ്ഞു, പാപ്പുലർ ലീഷൻസ് വരുന്ന കണ്ടീഷൻസിൽ ഇൻ്റർ ഡിജിറ്റൽ സ്പേസ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് സൈറ്റ്. യു ഹാവ് ടു സെർച്ച്. നല്ല ചൊറിച്ചിലുണ്ട്, എസ്പെഷ്യലി നൈറ്റ് ടൈമിലാണ് ചൊറിച്ചിൽ. അതർ ഫാമിലി മെമ്പേഴ്സ് ആർ അഫക്റ്റഡ്, അവർക്കും ഇച്ചിങ് ഉണ്ട്. ആൻഡ് ക്ലാസിക്കൽ സൈറ്റ്സ് എപ്പോഴും നോക്കണം. ഇൻ്റർ ഡിജിറ്റൽ ഏരിയ, അംബിലിക്കസ്, ആക്സിൽ, അത് നമ്മൾ പിന്നെ വരും. സർക്കിൾ ഓഫ് ഹീബ്ര എന്നും പറഞ്ഞ ഒരു ഇത് വരും, അത് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഇൻസെക്ട് ബൈറ്റിലും പാപ്പുലർ ലീഷൻസ് വരും. അപ്പോൾ ഫ്ലൂയിഡ് ഫിൽഡ് ലീഷൻസ് നമ്മൾ മെയിനായിട്ട് വൈറലും ബാക്ടീരിയലും പറഞ്ഞു. പാപ്പുലാർ ലീഷൻ എന്ന് പറയുമ്പോൾ സ്ട്രിക്ട്ലി പാപ്പുലാർ അല്ല, പാപ്പുലാറും പ്ലാക്കും വരാം. ഏർട്ടിക്കേരിയ, മൊളസ്കം, സ്കേബീസ്, ഇൻസെക്ട് ബൈറ്റ്. റെഡ് ആൻഡ് സ്കെയിലി ലീഷൻസ് ആണോ? അതാണ് തേർഡ് ക്വസ്റ്റ്യൻ അവർ ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ റാഷ് റെഡ് കളറിലും ഉണ്ട്, സ്കെയിലിങ്ങും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോമൺ കണ്ടീഷൻസ് ഏതൊക്കെയാണ് സാധാരണ കാണുന്നത്? റെഡ് ആൻഡ് സ്കെയിലി കണ്ടീഷൻസ്. ഒരു കോമൺ കണ്ടീഷൻ എന്ന് പറയുന്നത് എറ്റോപിക് എക്സിമ. എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് കേട്ടിട്ടുണ്ടോ? എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഇവരുടെ സ്കിൻ ടൂളിൽ ഈസ് ഇറ്റ് റെഡ് ആൻഡ് സ്കെയിലി എന്ന് ചോദിച്ചിട്ട് 2 പോയിന്റ് സബ് പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇസ് വിത്ത് എപ്പിഡെർമൽ ബ്രേക്കേജ്, അതാണ് എക്സിമാറ്റസ്. അതിൽ എക്സിമയുണ്ട്, ഊസിങ് ഉണ്ട്, സിവിയർ ഇച്ചിങ് ഉണ്ട്, എപ്പിഡെർമിസ് ബ്രേക്കേജ് ഉണ്ട്. അതാണ് എക്സീമ, എറ്റോപിക് എക്സീമ. അപ്പോൾ എറ്റോപിക് എക്സീമ എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനാണ്
എറ്റോപ്പിക് എക്സീമ വരുന്നത്. അലർജിക് റൈനൈറ്റിസ്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, എറ്റോപ്പിക് എക്സീമ അതെല്ലാം ഒരു അലർജിക് ഡിസീസസിൽ വരുന്ന ഇതാണ്. അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബിറ്റൽ ഫോസയിൽ വരുന്ന റാഷ്, എർത്തിമാറ്റസ് പ്ലാക്ക്, നല്ല പ്രൂറിറ്റസ് കാണും, ഊസിങ് കാണും, എക്സിമയാണ്. അതുപോലെ തന്നെ ഈ ഫ്ലെക്ഷേഴ്സിൽ വരുമ്പോൾ ക്യൂബിറ്റൽ ഫോസ, പോപ്ലീറ്റിയൽ ഫോസയിലൊക്കെ ഇതുപോലെ ഊസിങ്ങും ഒക്കെ വരുമ്പോൾ ഫേസ് ഒബ്സർവ് ചെയ്യണം. ഫേസിൽ അപ്രിഷ്യേറ്റ് ചെയ്യാമോ? ഫോർഹെഡിൽ, അറൗണ്ട് ദ മൗത്ത് എല്ലാം റാഷ് ഉണ്ട്. Usually from a very young age itself, the baby presents with rash on the face. Is it red and scaly? രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് അവർ കൊടുത്തേക്കുന്നത് സോറിയാസിസ് ആണ്. സോറിയാസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ ഇസ് വെൽ ഡിഫൈൻഡ് എറിത്തീമാറ്റസ് പാപ്യൂൾസ് ആൻഡ് പ്ലാക്സ് വിത്ത് സ്കെയിലിംഗ്. അപ്പോൾ ഈ പിക്ചറിൽ അപ്രിഷ്യേറ്റ് ചെയ്യാമോ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് അപ്രിഷ്യേറ്റ് ചെയ്യാമോ? കാലിലുള്ള ആ ലീഷൻസിൽ വെൽ ഡിഫൈൻഡ് റൗണ്ട് ലീഷൻസ് ആൻഡ് ബോർഡർ ആസ് വെൽ ആസ് ദ സ്കെയിൽസ്. സ്കെയിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ ഇസ് സിൽവറി വൈറ്റ് സ്കെയിൽസ്. ഓക്കെ, ഇപ്പോൾ റെഡ് ആൻഡ് സ്കെയിലി ലീഷൻസിൻ്റെ ഫസ്റ്റ് നമ്മൾ എറ്റോപ്പിക് എക്സീമ പറഞ്ഞു. എറ്റോപ്പിക് എക്സീമയിൽ എപ്പിഡേർമൽ ബ്രേക്കേജ് ഉണ്ട്, എക്സിമാറ്റസ് ലീഷൻസ് ആണ്, ഊസിങ് കാണും. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് വിത്തൗട്ട് എപ്പിഡേർമൽ ബ്രേക്കേജ്, അതിലാണ് സോറിയാസിസ് വരുന്നത്. വെൽ ഡിഫൈൻഡ് എർത്തിമാറ്റസ്, സിൽവറി വൈറ്റ് പ്ലാക്സ്. ഓക്കെ, ദ ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഒരു യങ് ഇൻഫൻറ്റിൻ്റെ ആണ്. സ്കാൽപ്പിൽ യെലോയിഷ് സ്കെയിലി ലീഷൻസ് അപ്രിഷ്യേറ്റ് ചെയ്യാവോ? അത് ന്യൂ ബോണിൽ വരുന്ന ക്രേഡിൽ ക്യാപ്പ് അല്ലെങ്കിൽ ഇൻഫൻറ്റൈൽ സെബോറിയം വരാം. ക്രേഡിൽ ക്യാപ്പ് എന്ന് പറയും, സെബോറിക് ഡെർമറ്റൈറ്റിസ്. അത് യൂഷ്വലി ഡ്യൂ ടു ദ ട്രാൻസ്മിഷൻ ഓഫ് മെറ്റേണൽ ഹോർമോൺസ് എന്ന് വെച്ചാൽ ആൻഡ്രോജൻസ് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പ്ലാസൻറ്റ വഴി പോകുമ്പോൾ അതിൻ്റെ എഫക്റ്റിൽ ഉണ്ടാകുന്ന ഒരു സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് ന്യൂ ബോണിൽ വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്. അത് കുറച്ചൊരു പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഈ സ്കെയിലിംഗ് എല്ലാം സബ്സൈഡ് ചെയ്യും, ഈ ഹോർമോണൽ എഫക്റ്റ് പോകുമ്പോൾ. മൂന്നാമത്തെ കണ്ടീഷൻ റെഡ് ആൻഡ് സ്കെയിലിയിൽ കൊടുത്തേക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. സെക്കൻഡ് പിക്ചർ അപ്രിഷ്യേറ്റ് ചെയ്യാവോ? സ്കെയിലിംഗ് ഉണ്ട്, ഹൈലി പ്രൂറിറ്റിക് ആയിരിക്കും, എന്നിട്ട് അത് റാപ്പിഡായിട്ട് സ്പ്രെഡും ചെയ്യും. പിറ്റീരിയാസിസ് റോസിയ എന്ന് പറയുന്നത് ഒരു പാപ്പിലോസ്ക്വാമസ് കണ്ടീഷൻസ് ആണ്. ഒത്തിരി കുട്ടികൾ ഇപ്പം ചില സീസണലായിട്ട് വരും പിറ്റീരിയാസിസ് റോസിയായിട്ട്. യൂഷ്വലി ഇച്ചിങ് ഒന്നും കാണത്തില്ല. ആ ആരോ ഇട്ടേക്കുന്നതാണ് മദർ പാച്ച് എന്ന് പറയും. ഒരു സ്കെയിലി പ്ലാക്കായിട്ട് വരും. കുറച്ച് കഴിഞ്ഞിട്ട് ദേഹത്ത് മൾട്ടിപ്പിൾ സിമിലർ സ്മോൾ ലീഷൻസ് അപ്പിയർ, യൂഷ്വലി കോസ്ഡ് ബൈ വൈറസ്. ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ് 6ഉം 7ഉം ആണ് ഈ പിറ്റീരിയാസിസ് റോസിയ കോസ് ചെയ്യുന്നത്. സെൽഫ് ലിമിറ്റിംഗ് ആണ്, സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട. ഒരു 6 weeks to 12 weeks ഡിസപ്പിയർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് ഇറ്റ് റെഡ് ആൻഡ് ബ്ലാഞ്ചസ് ഓൺ പ്രഷർ? ബ്ലാഞ്ചസ് ഓൺ പ്രഷർ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തിട്ട് ഒരു ലീഷനിൽ പ്രസ് ചെയ്യുകയാണ്, അപ്പോൾ അത് ഡിസപ്പിയർ ചെയ്യുക. ഗ്ലാസ് സ്ലൈഡ് എടുത്ത് സ്കിന്നിലുള്ള റെഡ് ലീഷൻ പ്രസ് ചെയ്യുമ്പോൾ ആ ലീഷൻ ഡിസപ്പിയർ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ബ്ലാഞ്ചസ് ഓൺ പ്രഷർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എറിത്തീമ. എറിത്തീമ എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസ് ഡൈലേറ്റ് ചെയ്ത് അവിടെ ഒരു എറിത്തീമ, റെഡ്നെസ് വരുന്നുണ്ട്. അത് ഡിസപ്പിയർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇസ് ഇറ്റ് റെഡ് ആൻഡ് ബ്ലാഞ്ചസ് ഓൺ പ്രഷർ? യൂഷ്വലി മാക്കുലോപാപ്പുലർ റാഷ്, വൈറൽ ഇൻഫെക്ഷൻസ്, മീസിൽസ്, റുബെല്ലയിലൊക്കെ ഒരു ബ്ലാഞ്ചബിൾ റാഷാണ് വരുന്നത്. സെല്ലുലൈറ്റിസിലും അവർ എക്സാമ്പിളായിട്ട് സെല്ലുലൈറ്റിസും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഇറ്റ് റെഡ് ആൻഡ് ഡസ് നോട്ട് ബ്ലാഞ്ച് ഓൺ പ്രഷർ? അതാണ് ഡസ് നോട്ട് ബ്ലാഞ്ച് ഓൺ പ്രഷർ എന്ന് വെച്ചാൽ സ്കിന്നിലേക്ക് ബ്ലീഡിങ് നടന്നു കഴിഞ്ഞു, അതാണ് പെർപ്യൂറ. അത് നമ്മളൊരു പ്രഷർ, ഗ്ലാസ് സ്ലൈഡ് എടുത്ത് പ്രഷർ കൊടുത്താലും ആ ബ്ലീഡിങ് സ്കിന്നിൽ നിന്ന് ഡിസപ്പിയർ ചെയ്യത്തില്ല. അതാണ് പെർപ്യൂറ എന്ന് പറയുന്നത്. ഓക്കെ, പെർപ്യൂറിക് ലീഷൻസ് വരുമ്പോൾ അതിൻ്റെ ഡയഗ്നോസിസ് വേറെയാണ്. വാസ്കുലൈറ്റിസ് ആണ് അതിൻ്റെ
മറ്റു പല കണ്ടീഷൻസിലും പർപ്യൂറ വരാം. ഇസ് ഇറ്റ് ഇച്ചി? ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഇതിൽ കൊടുത്തേക്കുന്ന സ്കേബീസ് ആണ്. കൺസിഡർ സ്കേബീസ്. ഇച്ചി റാഷ് ആണെങ്കിൽ സ്കേബീസ് കൺസിഡർ ചെയ്യണം. ക്ലാസിക്കൽ സൈറ്റ്സ് എക്സാമിൻ ചെയ്യണം. ഇൻ്റർഡിജിറ്റൽ ഏരിയ, ജെനൈറ്റൽ ഏരിയ, അംബിലിക്കസ്, ആക്സിലറി ഫോൾഡ് എല്ലാം നോക്കണം. കൊച്ചു കുട്ടികളിൽ ഫേസും ഇൻവോൾവ് ആയിരിക്കും, പാംസ് ആൻഡ് സോൾസും ഇൻവോൾവ് ആയിരിക്കും. അഡൽട്സിൽ ഫേസ് യൂഷ്വലി സ്പെയർഡ് ആണ്, പാംസ് ആൻഡ് സോൾസ് യൂഷ്വലി സ്പെയർഡ് ആണ്. അപ്പോൾ ഇതാണ് ആരോ ഇട്ടേക്കുന്ന സർക്കിൾ ഓഫ് ഹീബ്ര എന്ന് പറയുന്നത്. യൂഷ്വൽ, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ, then external genitalia, the forearms, axillary involvement, അങ്ങനെ ഒരു സർക്കിളായിട്ട് കണക്ട് ചെയ്ത് വരും, ഇൻക്ലൂഡിങ് ദ അംബിലിക്കസ്. ഈ ഏരിയാസ് ഇൻവോൾവ് ആണെങ്കിൽ നമ്മൾ സ്കേബീസ് കൺസിഡർ ചെയ്യണം. ഇച്ചി പാപ്പുലാർ ലീഷൻസ്, മോർ അറ്റ് നൈറ്റ്. ഇത്രയും ഇതായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൂളിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ റാഷ് അസസ് ചെയ്യണമെന്ന്. ആ റാഷ് അസസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്ലൂയിഡ് വെസിക്കുലോ ബുള്ളസ് റാഷ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ചിക്കൻ ബോക്സും ഇംപെറ്റൈഗോയും കൺസിഡർ ചെയ്യണം. പസ്റ്റുലാർ റാഷ്, ഇംപെറ്റൈഗോ, പയോഡെർമ, ഇൻഫെക്റ്റഡ് ആക്നെ. എനിക്ക് തോന്നുന്നു ഇത്രയും എക്സ്റ്റെൻസീവായിട്ട് നിങ്ങൾക്ക് വേണ്ട. ഈ 6 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സ്കിൻ ടൂളിൽ. അത് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിളായിട്ട് മതി. പിന്നെ കൊടുത്തേക്കുന്ന വൈറ്റ് പാച്ചസ് ആണ്. ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന വൈറ്റ് പാച്ചസ് ഏതാ? കാൻഡിഡിയാസിസ്. ഓക്കെ, ഇൻ്റർട്രൈഗോ അപ്രിഷ്യേറ്റ് ചെയ്യാമോ? സെക്കൻഡ് പിക്ചറിൽ ഒരു കോമൺ കണ്ടീഷനാണ്. കൊച്ചു കുട്ടികളെ കൊണ്ടുവരും എപ്പോഴും. കഴുത്തിൽ ഫ്ലെക്ഷേഴ്സിലെല്ലാം ഒരു സ്കിൻ ഫോൾഡിൻ്റെ ഇടയ്ക്ക് മാസറേറ്റഡ് ഏരിയ പോലെ വരും. അതാണ് ഇൻ്റർട്രൈഗോ എന്ന് പറയുന്നത്. യൂഷ്വലി കാൻഡിഡയും ബാക്ടീരിയയും എല്ലാം ഇൻ്റർട്രൈഗോ കോസ് ചെയ്യാം. അപ്പോൾ പ്രോപ്പർ എയറേഷൻ, സോപ്പ് ആൻഡ് വാട്ടർ വാഷ് ഫോളോഡ് ബൈ പ്രോപ്പർ എയറേഷൻ വേണം. വൈറ്റ് പാച്ചസിൽ ഫസ്റ്റ് പിക്ചറിൽ വൈറ്റ് പാച്ചസും സെക്കൻഡ് പിക്ചറിൽ ബ്രൗണിഷ് പാച്ചസും കാണാം. ഓക്കെ, ദിസ് ഇസ് ദ സെയിം ഡിസീസ്, ദിസ് ഇസ് ദ സെയിം മൈക്രോബ് ദാറ്റ് ഈസ് കോസിങ് ബോത്ത് ദ കണ്ടീഷൻസ്. ഒന്ന് ഹൈപ്പോപിഗ്മെൻറ്റഡ് ടീനിയ വേഴ്സിക്കോളർ എന്ന് പറയുന്നത് വെച്ചാൽ തേമൽ എല്ലാവർക്കും ഫെമിലിയർ അല്ലേ തേമൽ എന്ന് പറയുന്നത്. അത് വൈറ്റ് കളറിലും വരാം, ഡാർക്ക് കളറിലും വരാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ആ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് വരുന്നത്. വൈറ്റ് കളറിൽ അപ്രിഷ്യേറ്റ് ചെയ്യാവോ? ഫേസിൽ മൾട്ടിപ്പിൾ സ്മോൾ വൈറ്റിഷ് മാക്യൂൾസ്, അതിൽ ഫൈൻ സ്കെയിലിംഗ് കാണും. സെക്കൻഡ് പിക്ചറിലും ഫൈൻ സ്കെയിലിംഗ് അപ്രിഷ്യേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കണ്ടേജിയസ് ആണോ? പകരുമോ? പകരത്തില്ല, ഇത് പകരത്തില്ല. ഈച്ച് ആൻഡ് എവ്രി വൺ സ്കിൻ, നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ ഉള്ള ഒരു നോർമൽ കമൻസാൽ ഫംഗസാണ് മാലസീസിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂണിറ്റിയും ഈ മാലസീസിയ ഓർഗാനിസവും തമ്മിലൊരു ബാലൻസ് ഉണ്ട്. നമ്മൾ ഇമ്മ്യൂണോ സപ്രസ്ഡും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ഇൻക്രീസ്ഡ് ഹീറ്റ്, നമുക്ക് സ്വെറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മാലസീസിയ സ്പോർ ഫോമിൽ നിന്ന് ഹൈഫൽ ഫോം നല്ലോണം വളരും സ്കിന്നിൽ. അപ്പോഴാണ് ഈ സ്കിൻ ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. എല്ലാവരുടെയും സ്കിന്നിലുണ്ട്, പക്ഷേ പ്രീഡിസ്പോസിങ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ തേമൽ വരത്തുള്ളൂ. അത് ഇൻഫെക്റ്റീവ് അല്ല. ഇത് വൈറ്റ് പാച്ചസിൻ്റെ വേറെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, വിറ്റിലിഗോ. ഡാർക്ക് പാച്ചസ് ഇവിടെ നിങ്ങൾക്ക് സ്കിൻ ടൂളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നേക്കുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, PEM-ൽ മാൽന്യൂട്രീഷനിൽ വരുന്ന ഡാർക്ക് പാച്ചസ് ഓൺ ദ സ്കിൻ ഓൺ ദ ലെഗ്സ് വിത്ത് എഡീമ എന്നാണ് തന്നേക്കുന്നത് സ്കിൻ ടൂളിൽ. അത് യൂഷ്വലി ക്വാഷിയോക്കറിൽ ഈ ലെഗ്സിലൊക്കെ എഡീമ വരും. പിന്നെ ഫ്ലേക്കി പെയിൻറ്റ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. കാലിൽ വരുന്ന ഒരു പാച്ചസ്, ഹൈപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലീഷൻസ് വരുന്നതാണ് ഇത്. അത് മാൽന്യൂട്രീഷനിലാണ് വരുന്നത്. അപ്പോൾ ആ എഡീമ ഓഫ് ദ ലെഗ്സ് ക്യാരക്ടറിസ്റ്റിക് ആണ്.
പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് കൊടുത്തേക്കുന്ന സോറിയാസിസിനെ കുറിച്ചാണ്. അപ്പോൾ സോറിയാസിസ് എത്രമാത്രം സോറിയാസിസ് നിങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല, എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് സോറിയാസിസ്. പക്ഷേ സോറിയാസിസ് ഉള്ള പേഷ്യൻറ്റിന് ചൈൽഡ്ഹുഡിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി ഒരു ഫാമിലി ഹിസ്റ്ററി കാണും, അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിൽ ആർക്കെങ്കിലും കാണും. അതിൽ ഈ പിക്ചർ കാണിച്ചു തരാം. ഇതാ സിൽവറി വൈറ്റ് സ്കെയിൽസ് ഉള്ള പ്ലാക്സ് കണ്ടോ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ലീഷൻ കാണും. യൂഷ്വലി കയ്യിലും കാലിലും സ്കാൽപ്പിലും ഒക്കെയാണ് സോറിയാറ്റിക് ലീഷൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കിൻ ടൂള് ഫിനിഷ് ചെയ്യുകയാണ്. സ്കിൻ ടൂളിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ആദ്യം തൊട്ട് എടുക്കാം. ഈ പിക്ചറിൽ കണ്ടോ, മാക്യൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് എ കളർ ഡിഫറൻസ്. പാപ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? എലിവേറ്റഡ് ലീഷൻ, യൂഷ്വലി ലെസ് ദാൻ 1 centimeter ഇൻ ഡയമീറ്റർ. അപ്പോൾ അതിൽ ആ പിക്ചറിൽ പാപ്യൂള് മനസ്സിലായോ? പ്ലാക്ക് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 centimeter. നോഡ്യൂള് കണ്ടോ, നോഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി സൈസ് ഗ്രേറ്റർ ദാൻ 0.5 centimeter. യൂഷ്വലി ഡെർമിസിലും സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലും യു ക്യാൻ സീ ദ ലീഷൻ ആസ് വെൽ ആസ് യു ക്യാൻ പാൽപേറ്റ് ദ ലീഷൻ ഡീപ്പ്. ഓക്കെ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് എർത്തീമ നോഡോസം, നോഡ്യൂളായിട്ട് വരുന്ന എർത്തീമ നോഡോസം. വെസിക്കിളും ബുള്ളയും ക്ലിയർ അല്ലേ? ലെസ് ദാൻ 1 centimeter, ബുള്ള ഗ്രേറ്റർ ദാൻ 1 centimeter. ഞാൻ ഓരോ സ്ലൈഡ്സ്, എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. പിറ്റക്കിയ നമ്മൾ പറഞ്ഞില്ല, പങ്ക്റ്റേറ്റ് ഹെമറാജിക് സ്പോട്ട്സ് 1 to 2 millimeter ഇൻ ഡയമീറ്റർ. അത് സ്മോൾ ബ്ലീഡിങ് സ്പോട്ട്സിനെയാണ് പിറ്റക്കിയ എന്ന് പറയുന്നത്. ഹെമറേജ് ഇൻ ടു സ്കിൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അത് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യണോ? അത് ലാസ്റ്റ്? ഓക്കെ ഓക്കെ, അപ്പോൾ ലെപ്രസി സ്ക്രീനിങ് ആക്കാം. സാറിന് ഇനി ക്ലാസ് ഉണ്ട്. ഗ്രൂപ്പിൽ എസ്പെഷ്യലി 0 to 6 years ഏജ് ഗ്രൂപ്പിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒത്തിരി ഉണ്ട്. ആ ചൈൽഡ്ഹുഡിൽ വരുന്ന ലെപ്രസിയും അഡൽട്ട്സിൽ വരുന്ന ലെപ്രസിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ 0 to 6 years ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ലെപ്രസി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ വളരെ അജൈലായിരിക്കണം. നമ്മൾ ആ ലീഷൻസ് ഒരു ഫെമിലിയർ ആണെങ്കിലേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു മേജർ ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ്. വേൾഡിൽ ആക്ച്വലി 3 കൺട്രീസാണ് വേൾഡിൽ, WHO ആക്ച്വലി 23 കൺട്രീസ് വേൾഡിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മേജർ ലെപ്രസി പ്രോബ്ലം ഉള്ള. അതിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 3 കൺട്രീസ് എന്ന് പറയുന്നത് ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ. ഈ മോർ ദാൻ 90% ഓഫ് കേസസും വേൾഡിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഈ 3 കൺട്രീസിൽ നിന്നാണ്, ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ. അതിൽ ഇന്ത്യ മാത്രം 56.6% എന്ന് വെച്ചാൽ മോർ ദാൻ ഹാഫ് ദ കേസസും ഇന്ത്യയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ ചിൽഡ്രൻ എന്ന് പറയുന്ന ഇവിടെ ലെപ്രസി കൺസേൺ ചെയ്യുമ്പോൾ ആ 0 to 14 years ഏജ് ഗ്രൂപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്. അപ്പോൾ വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം, ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൾണറബിൾ ഗ്രൂപ്പ്. വൾണറബിൾ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനായിട്ടുള്ള ആ ചാൻസ് ഹൈ ആണ്. എന്തുകൊണ്ട്? അവരുടെ ഇമ്മ്യൂണിറ്റി, നേവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ബിക്കോസ് അവരുടെ ഇമ്മ്യൂണിറ്റി മെച്യൂർ ആയിട്ടില്ല. അവർ വളരെ കൊച്ചുനാളിലെ അവർ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ അസുഖം വരുന്നു കൊച്ചു പ്രായത്തിലെ. അപ്പോൾ അതുകൊണ്ട് വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഡിസബിലിറ്റീസ് വരാം, മനസ്സിലായോ? രണ്ടാമത് അവർ സൈക്കോസോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയും, മാനസികമായുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാം. അപ്പോൾ ഒന്ന് അവരുടെ ഇമ്മ്യൂണിറ്റിയും പിന്നെ അവരുടെ ക്ലോസ് ഫാമിലി കോണ്ടാക്ട്സും കൊണ്ടാണ് ഇവർക്ക് ഈ അസുഖം കിട്ടുന്നത്. അപ്പോൾ ചൈൽഡ് ഏത് ലെപ്രസി കൺട്രോൾ പ്രോഗ്രാം എടുത്താലും ചൈൽഡ് റേറ്റ് നോക്കും. അപ്പോൾ ഈ ചൈൽഡ് റേറ്റ് എന്തിനാണ് നോക്കുന്നത്? ചൈൽഡ് റേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100 കേസസ് ഓഫ് ലെപ്രസി ഡയഗ്നോസ് ചെയ്തില്ലേ, അതിൽ എത്ര കുട്ടികൾക്ക്, ചിൽഡ്രന് ലെപ്രസി ഉണ്ട്, പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ഇൻ ദ ന്യൂലി ഡിറ്റക്റ്റഡ് ലെപ്രസി കേസസിൽ. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇറ്റ് ഈസ് ആക്ച്വലി എ മാർക്കർ.
മാർക്കർ ഫോർ വാട്ട്? ഓൺഗോയിങ് റീസെൻറ്റ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ട്രാൻസ്മിഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. ചിൽഡ്രനിലെ നമ്പർ കൂടിക്കൂടി വരികയാണെങ്കിൽ, കുട്ടികൾ എഫക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ ഓൺഗോയിങ് ആണ്, റീസെൻ്റ് ആണ്, ട്രാൻസ്മിഷൻ ഇൻ ദ കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലായോ? സോ ഇറ്റ് ഈസ് എ മാർക്കർ ഓഫ് ഓൺഗോയിങ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ചൈൽഡ്ഹുഡ് ലെപ്രസി കേസസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഡെക്സ് കേസിനെ എപ്പോഴും ട്രേസ് ചെയ്യാനായിട്ട് നോക്കണം. യൂഷ്വലി അവരുടെ ക്ലോസ് ഫെമിലിയൽ കോണ്ടാക്ട്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ നെയ്ബർഹുഡ് കോണ്ടാക്ട്സ് ആയിരിക്കും. ഇപ്പം ആക്ച്വലി 2014 തൊട്ട് ഒരു സ്ലൈറ്റ് ഡിക്ലൈൻ ഇൻ ലെപ്രസി കേസസ് ഇൻ ചിൽഡ്രൻ ഉണ്ട്. It is an indicator to assess the progress of leprosy control programs. അതിൻ്റെ അകത്ത് ആ ഇമ്പോർട്ടൻറ്റ് ടേം എന്ന് പറയുന്നത് ഗ്ലോബൽ ന്യൂ കേസ് ഡിറ്റക്ഷൻ റേറ്റ് ഇൻ ചിൽഡ്രൻ. അപ്പം ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ 1 മില്യൺ ഗ്ലോബലി വേൾഡ് വൈഡ് എടുത്ത 1 മില്യൺ കുട്ടികളെ എടുത്താൽ 7.8 കുട്ടികൾക്ക് ലെപ്രസി ഉണ്ട്. ഇപ്പോൾ ബൈ 2000 ഇപ്പോൾ അറിയാലോ, WHO ഒരു സ്ട്രാറ്റജി, ഗ്ലോബൽ സ്ട്രാറ്റജി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ടാർഗറ്റ് ഉണ്ട് ബൈ 2030 അതിനെ 0.8 പെർ മില്യൺ ആക്കാനായിട്ടാണ്. എന്നുവെച്ചാൽ 90% റെഡ്യൂസ് ചെയ്യുക ഈ ന്യൂ കേസസ് ഓഫ് ചിൽഡ്രനിൽ. മനസ്സിലായി? അപ്പോൾ ഇപ്പോഴത്തെ 7.8 പെർ മില്യൺ ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡിക്രീസ് ടു ലെസ് ദാൻ 1 ബൈ 2030. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് ലെപ്രസി എന്ന് പറഞ്ഞിട്ട് ഒരു 5 ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്ക്രീനിങ്ങിൽ. ആദ്യത്തെ അവർ കൊടുത്തേക്കുന്ന മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്നതാണ് സിംഗിൾ ലോക്കലൈസ്ഡ് ആൻഡ് ഡിസ്ക്രീറ്റ് ലീഷൻ ഓർ മൾട്ടിപ്പിൾ ഹൈപ്പോപിഗ്മെൻറ്റഡ് പാച്ച് പ്രിഡോമിനൻ്റ്ലി ഓൺ ദ എക്സ്പോസ്ഡ് ബോഡി പാർട്സ് ആൻഡ് നോട്ട് പ്രസൻറ്റ് ഫ്രം ബർത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വേർഡ് പറഞ്ഞോട്ടെ, ഈ പാച്ച് എന്നുള്ള ടേം ഇപ്പം ഇല്ല. ഓക്കെ, മാക്യൂൾ, പാപ്യൂൾ, പ്ലാക്ക്, നോഡ്യൂൾ അങ്ങനത്തെ ടേംസേ ഉള്ളൂ. പാച്ചൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പാച്ച് ഇല്ല. ഇപ്പോൾ ഒന്നെങ്കിൽ ഫ്ലാറ്റ് ലീഷൻ മാക്യൂൾ ആകാം, അല്ലെങ്കിൽ റേസ്ഡ് ലീഷൻ പാപ്യൂൾ ആകാം, അല്ലെങ്കിൽ പ്ലാക്ക് ആകാം, അല്ലെങ്കിൽ നോഡ്യൂൾ ആകാം. ഈ സിംഗിൾ ലോക്കലൈസ്ഡ് ആൻഡ് ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ മനസ്സിലായോ? സിംഗിളായിട്ട് കാണുന്നതിനെയാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. ഓർ മൾട്ടിപ്പിൾ ഹൈപ്പോപിഗ്മെൻറ്റഡ് പാച്ചസ്. അപ്പം ഈ ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ലെപ്രസി പല സ്പെക്ട്രം ഉണ്ട്. വേറാണല്ലോ, ഇൻഡിറ്റർമിനേറ്റ് ട്യൂബർക്ലോയിഡ്, ബോർഡർ ലൈൻ ലെപ്രോമാറ്റസ്, പ്യുവർ ന്യൂറിറ്റിക്, ഹിസ്റ്റോയിഡ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് ഉണ്ട്. പക്ഷെ കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇൻഡിറ്റർമിനേറ്റ് ലെപ്രസിയാണ്. ഇൻഡിറ്റർമിനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിറ്റർമിൻഡ് അല്ല. ആദ്യം വരുന്നത് ഇവർക്ക് ഇതുപോലൊരു വേഗമായിട്ടൊരു ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷനാണ് വരുന്നത്. നമുക്ക് ബോർഡേഴ്സ് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒരു വൈറ്റിഷ് വേഗ് കളറല്ലേ കാണുന്നത്, ഫേസിലാണ് വരുന്നത്. ഇവർക്ക് സെൻസറി ലോസ് കാണുമോ ഈ സ്റ്റേജിൽ? കാണത്തില്ല. ചിലപ്പോൾ പോകാം, പക്ഷേ യൂഷ്വലി പ്രിസർവ്ഡ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ഒരു ഹൈപ്പോപിഗ്മെൻറ്റഡ് മാക്യൂൾ, ഇൽ ഡിഫൈൻഡ് ബോർഡേഴ്സ് ഡിഫൈൻഡ് ഒന്നുമല്ല, ഇൽ ഡിഫൈൻഡ്. സെൻസേഷൻ മേ ഓർ മേ നോട്ട് ബി ലോസ്റ്റ്. ഓക്കെ, എസ്പെഷ്യലി ഓൺ ദ ഫേസ് സെൻസേഷൻ പോകണമെന്നില്ല. അപ്പോൾ ഇതായിരിക്കും ഇൻഡിറ്റർമിനേറ്റ് ലെപ്രസിയുടെ ഒരു ഏർലി സൈൻ. ശരിക്കും ഈ സ്കിൻ ലീഷനിൽ നിന്ന് ഒരു ബയോപ്സി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബയോപ്സിയിൽ കാണാൻ പറ്റും ഈ ഹെയർ ഫോളിക്കിളിന് ചുറ്റും, നെർവിന് ചുറ്റും, നെർവിൻ്റെ അകത്തുമൊക്കെ ബാസില്ലൈ. ഓക്കെ, ഈ ലെപ്രസി ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയ, മൈക്കോബാക്ടീരിയം ലെപ്രൈ. ടാർജറ്റ് എന്താ? ഷ്വാൻസെല്ലാണ്, നെർവാണ് ഫസ്റ്റ് ടാർജറ്റ്. ഓക്കെ, കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഇത് കിട്ടുന്നത്? സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ആണോ, എയർബോൺ ആണോ? അപ്പം സ്കിൻ ടു സ്കിന്നും റിപ്പോർട്ട്സ് ഉണ്ട്, എയർബോൺ ആണ് പ്രൈമറിലി. അപ്പോൾ എയറിൽ കൂടെ ഈ ബാസിലായി നേസൽ എപ്പിത്തീലിയം, നോസിൽ കൂടെ കയറിയിട്ട് ബ്ലഡ് കയറിയിട്ടാണ് ബ്ലഡ് വഴി ഡിസെമിനേറ്റ് ചെയ്ത് നെർവ്സിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇതിനൊരു കൂളർ ടെമ്പറേച്ചർ വേണം വളരാനായിട്ട്. അതുകൊണ്ടാണ് അത് മെയിൻലി സ്കിന്നിൽ വന്ന്
ഇരിക്കുന്നത്. സ്കിന്നിലെ നെർവ്സിലാണ് ഫസ്റ്റ് അതിരിക്കുന്നത്. എന്നിട്ടാണ് അതിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ സ്കിന്നിലൊരു വൈറ്റ് പാച്ച് വരുന്നത്. ഫസ്റ്റ് സ്കിന്നിലെ നെർവ്സാണ് എഫക്റ്റഡ്. അത് കഴിഞ്ഞിട്ടാണ് ഡെർമിസിലെ നെർവ്സ് എല്ലാം എഫക്റ്റഡ് ആയിട്ടാണ് സ്കിന്നിൽ പിന്നെ ഒരു ഹൈപ്പോ പിഗ്മെൻറ്റഡ് പാച്ച് വരുന്നത്. അപ്പം നമ്മൾ കുട്ടികളിൽ ഇത് എക്സാമിൻ ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു വൈറ്റ് പാച്ച് ഇപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എക്സ്പോസ്ഡ് ഏരിയാസിലാണ് കാണുന്നത്. മറ്റു സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഫേസ്, കൈ, കാലിൽ എവിടെയെങ്കിലും ഉണ്ടോ. ഇനി അതിൽ കൊച്ചുകുട്ടികളിൽ സെൻസേഷൻ ടെസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. അവർ കോപ്പറേറ്റ് ചെയ്യത്തില്ല. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വരുമ്പോൾ പറയാം. അപ്പം ഇങ്ങനെ ഒരു സസ്പിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം പേഷ്യൻറ്റിനെ. ഇപ്പോൾ ഇൻഡിറ്റർമിനേറ്റ് ലെപ്രസി കഴിഞ്ഞു. നെക്സ്റ്റ് ഇസ് ഡിറ്റർമിനേറ്റ് ലെപ്രസി. ഡിറ്റർമിനേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ കുട്ടിക്ക് ആദ്യം ഇൻഡിറ്റർമിനേറ്റ് ആയിരുന്നു വന്നത്. ആ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി ഡിറ്റർമിൻഡ് അല്ലായിരുന്നു. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്ക് എങ്ങനെയാണ് ലെപ്രസി ലീഷൻ വരുന്നത്? കുറച്ച് നമ്പർ ഓഫ് ലീഷൻസേ വരത്തുള്ളൂ. ബോർഡേഴ്സൊക്കെ നല്ല വെൽ ഡിഫൈൻഡ് ആയിരിക്കും, സ്പ്രെഡ് ചെയ്യത്തില്ല അധികം. ഈ സ്റ്റേജിൽ ഇമ്മ്യൂണിറ്റി ഡിഫൈൻഡ് അല്ല എന്ന്. ഒരു 70% കുട്ടികൾക്കും ഇമ്മ്യൂണിറ്റി കൊച്ചു വളർന്നു വരുമ്പോൾ ഇത് ഹീൽ ചെയ്യും ഈ ലീഷൻസ്. പക്ഷേ ഒരു 30% ഡിറ്റർമിനേറ്റ് ലെപ്രസിയിലോട്ട് പോകാം. ഡിറ്റർമിൻ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന സ്പെക്ട്രത്തിലോട്ട് പോവാം. ഒന്നെങ്കിൽ ട്യൂബർക്കുലോയിഡ് ആകാം, അല്ലെങ്കിൽ ലെപ്രോമാറ്റസ് ആകാം. മനസ്സിലായി? നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്ക് എന്ത് ലെപ്രസിയാണ് വരുന്നത്? ട്യൂബർക്കുലോയിഡ് സ്പെക്ട്രമാണ് വരുന്നത്. ഇമ്മ്യൂണിറ്റി ലോ ആണെങ്കിലോ ആ ബാസിലൈൻ നല്ലോണം പ്രൊളിഫറേറ്റ് ചെയ്യും, ഒത്തിരി ലീഷൻസ് വരും, ഒത്തിരി നെർവ്സ് എഫക്റ്റഡ് ആകും, അത് ലെപ്രോമാറ്റസിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ഈ വരുന്ന ഇൻഡിറ്റർമിനേറ്റ് മനസ്സിലാക്കിക്കോണം. 70% ഓഫ് ചിൽഡ്രനും അത് റിസോൾവ് ചെയ്യാം. പക്ഷേ 30% ക്യാൻ പ്രോഗ്രസ് ടു ഹാൻസൻസ് ഡിസീസ്. എന്താ ഈ ട്യൂബർക്ലോയിഡും ഫസ്റ്റ് പിക്ചറും സെക്കൻഡ് പിക്ചറും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? നമ്മൾ കാണിച്ച ഇൻഡിറ്റർമിനേറ്റും ട്യൂബർക്ലോയിഡും തമ്മിൽ. ഈ പേഷ്യൻറ്റിന് നല്ല ഇമ്മ്യൂണിറ്റി ആണോ? ഡെഫിനറ്റ്ലി വെരി ഗുഡ് ഇമ്മ്യൂണിറ്റി. ബിക്കോസ് ആ സെക്കൻഡ് പിക്ചർ അപ്രിഷ്യേറ്റ് ചെയ്യാമോ? ആ ബോർഡർ എലിവേഷൻ. ഓക്കെ. അതിൽ ഹെയർ ലോസ് അപ്രിഷ്യേറ്റ് ചെയ്യാമോ? സെക്കൻഡ് പിക്ചറിൽ ഐബ്രോസിൻ്റെ അവിടെ. സോ ദാറ്റ് ഷോസ് ദാറ്റ് ഈ ബാക്ടീരിയൽ ഇൻവേഷൻ വന്നപ്പോൾ ഈ കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ ബാക്ടീരിയനെ കണ്ടെയ്ൻ ചെയ്ത് പെട്ടെന്ന് ഗ്രാനുലോമയൊക്കെ ഉണ്ടായി അതിനെ കണ്ടെയ്ൻ ചെയ്തു. അതാണ് നല്ല വെൽ ഡിഫൈൻഡ് ലീഷനായിട്ട് വന്നത്. ഓക്കെ. അതാണ് ട്യൂബർക്ലോയിഡ് ലെപ്രസി. ഇവിടെ നേരത്തെ തന്നെ സെൻസറി ലോസ് വരും. നെക്സ്റ്റ് വരുന്നത് ബോർഡർ ലൈൻ ട്യൂബർക്ലോയിഡ് എന്ന് പറയും. ഫേസിൽ കുറച്ച് പ്ലാക്സ് ഉണ്ട് ആ കുട്ടിക്ക്. സെക്കൻഡ് പിക്ചർ അപ്രിഷ്യേറ്റ് ചെയ്യാമോ? ബോർഡർ ഇത് സ്പ്രെഡ് ചെയ്യുന്ന സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന അപ്രിഷ്യേറ്റ് ചെയ്യാമോ? ഒരു പ്ലാക്കിൻ്റെ സൈഡിൽ നിന്ന് കൊച്ചു കൊച്ചു പാപ്യൂൾസ് സ്പ്രെഡ് ചെയ്യുന്ന അപ്രിഷ്യേറ്റ് ചെയ്യാമോ? ദാറ്റ് ഷോസ് ദ ഡിസീസ് ഇസ് സ്പ്രെഡിങ്. മനസ്സിലായോ? അതാണ് ബോർഡർ ലൈൻ ട്യൂബർക്ലോയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലീഷനിൽ സ്പ്രെഡിങ് ഇല്ലായിരുന്നു, നല്ല വെൽ ഡിഫൈൻഡ് റേസ്ഡ് ബോർഡർ ആയിരുന്നു. രണ്ടാമത്തേൽ പതുക്കെ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ അകത്ത് ഹൈപ്പോ പിഗ്മെൻറ്റഡ് ലീഷൻ എന്നാണ് ഇട്ടേക്കുന്നത്. ഹൈപ്പോ പിഗ്മെൻറ്റഡ് മാത്രമല്ല, റെഡിഷ് ലീഷൻ വന്നാലും നമ്മൾ ഹാൻസൻസ് ഡിസീസ് സസ്പെക്റ്റ് ചെയ്യണം. ഇത് കണ്ടോ? ഇത് ബോർഡർ ലൈൻ ലീഷനാണ്. ഹാൻസൻസ് ഡിസീസിൻ്റെ ഒരു ലാർജ് പ്ലാക്ക് ഉണ്ട്. അതിൻ്റെ ചുറ്റും സാറ്റലൈറ്റ് ലീഷൻസ് അപ്രിഷ്യേറ്റ് ചെയ്യാമോ? മുകളിലോട്ട് കഴുത്തിൻ്റെ അങ്ങോട്ട് സ്മോൾ ലീഷൻ. സോ ദാറ്റ് ഓൾസോ ഷോസ് ദാറ്റ് ദ ഡിസീസ് ഇസ് സ്പ്രെഡിങ്. ഈ ലീഷനിൽ ഒരു അനസ്തറ്റിക് പ്ലാക്ക് ഉണ്ട്. നെർവാണ് ആ ആരോയിൽ കാണിച്ചേക്കുന്നത്. സ്കിന്നിലെ നെർവ് എൻലാർജ്ഡ് ആണ്. Which is the most common nerve enlarged in Hansen's disease? Ulnar nerve. Ulnar nerve ആണ് ഏറ്റവും കോമൺ ആയിട്ട് ഇൻവോൾവ്. എന്തുകൊണ്ടാണ് അൾനാർ നെർവ് മോസ്റ്റ് കോമൺ ആണെന്ന്? ഇത് മൈക്കോബാക്ടീരിയൻ ലെപ്രെ പ്രിഫേഴ്സ് കൂൾ ടെമ്പറേച്ചർ. അൾനാർ നെർവ് ആണ് ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള നെർവ്. അപ്പോൾ കൂൾ ടെമ്പറേച്ചർ ഉള്ള നെർവിൽ ലോക്കലൈസ് ചെയ്യും മൈക്കോബാക്ടീരിയൻ ലെപ്രെ.
അപ്പോൾ അവിടെ ഒരു ലീഷനും വരും, കറസ്പോണ്ടിങ് ആയിട്ട് നെർവ് പാൽപ്പബിളും ആയിരിക്കും. ഇതിപ്പോൾ ക്യൂട്ടേനിയസ് നെർവാണ് കേട്ടോ, സ്കിന്നിലെ നെർവാണ് എൻലാർജ് ചെയ്തേക്കുന്നത്. ഇനി സെക്കൻഡ് ക്ലോസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ലെപ്രസി അഫക്റ്റഡ് പേഴ്സൺ ഇൻ ദ ഫാമിലി ഓർ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ്. ഇപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ക്ലോസ് കോണ്ടാക്ട് വിത്ത് ലെപ്രസി അഫക്റ്റഡ് പേഴ്സൺ ഇൻ ദ ഫാമിലി. ഒരു കുട്ടിക്ക് ലെപ്രസി കിട്ടണമെങ്കിൽ ആ ഫാമിലിയിലുള്ള ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കണം. അമ്മയുടെ നിന്നാണെങ്കിൽ 14 ടൈംസാണ് ചാൻസ് കിട്ടാനായിട്ട്. പൊതുവേ പറയുന്ന ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും ലെപ്രസി ഉണ്ടെങ്കിൽ കുട്ടിക്ക് കിട്ടാൻ ചാൻസ് 9 ടൈംസാണ്. പക്ഷേ അത് മദർ ആണെങ്കിൽ ക്ലോസ് കോണ്ടാക്റ്റ് ആണ്, ആൻഡ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അത് മച്ച് ഹയർ ആണ്. നെയ്ബർഹുഡ് ആണെങ്കിലോ, എപ്പോഴും കളിക്കാനൊക്കെ പോകുന്ന നെയ്ബർഹുഡ് കോണ്ടാക്റ്റ് ആണെങ്കിലോ അപ്പോഴും ഹൈ ആണ്, 4 ടൈംസ്. പക്ഷേ ഫാമിലീനെ സ്ക്രീൻ ചെയ്യുന്ന പോലെ തന്നെ നെയ്ബേഴ്സിനെയും ആ സ്ക്രീൻ ചെയ്യണം. നെക്സ്റ്റ് കൊടുത്തേക്കുന്ന ഡെഫിനിറ്റ് ഇമ്പയർമെൻറ്റ് ഓഫ് സെൻസേഷൻ ഓഫ് ദ ഹൈപ്പോപിഗ്മെൻറ്റഡ് പാച്ച്. ഹൈപ്പോപിഗ്മെൻറ്റഡ് അല്ലെങ്കിൽ റെഡിഷ് പാച്ച് എടുക്കാം. ഡെഫിനിറ്റ് ഇമ്പയർമെൻറ്റ് ഓഫ് സെൻസേഷൻ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? കൊച്ചുകുട്ടികളിൽ. അഡൽട്ട്സിനാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 3 ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ടെമ്പറേച്ചർ നോക്കും, രണ്ടാമത് ടച്ച് നോക്കും, മൂന്നാമത് പെയിൻ നോക്കും. ടെമ്പറേച്ചർ ഫസ്റ്റ് നോക്കുന്നത് നമ്മൾ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തിട്ട് ഒന്നിൽ ഹോട്ട് വാട്ടറും ഒന്ന് കോൾഡ് വാട്ടറും വെച്ചിട്ട് ആ പാച്ചിൽ വെച്ച് നോക്കും ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോയെന്ന്. ആദ്യം നോർമൽ സ്കിന്നിൽ വെച്ച് നോക്കും, ഹോട്ടും കോൾഡും മനസ്സിലാകുന്നുണ്ടോയെന്ന്. പിന്നെ ആ പാച്ചിൽ വെച്ച് നോക്കും. പിന്നെ ടച്ച്, ഫൈൻ ടച്ച് നമ്മൾ നോക്കും. ഒന്നെങ്കിൽ പേനയുടെ അറ്റം വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഒരു വിസ്പ് ഓഫ് കോട്ടൺ എടുത്തിട്ട് നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. പിന്നെ നീഡിൽ വെച്ച് വേണം പെയിൻ നോക്കാനായിട്ട്. അവസാനം പോകുന്നത് പെയിനാണ്. പെയിൻ പോയിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചറും ടച്ചും പോയിട്ടുണ്ട്. ഓക്കെ. പക്ഷെ കുട്ടികളിൽ എങ്ങനെ നോക്കും? അവർക്ക് പറയാൻ പറ്റുമോ പെയിനാണോ ടച്ചാണോ ടെമ്പറേച്ചറാണോ എന്ന്? ഇല്ല. വളരെ പാടാണ് കുട്ടികളിൽ റെസ്പോൺസ് വരാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തേക്കുന്ന ഡിസ്ക്രിപ്ഷനാണ്, ടെക്നീക്കാണ്. ഒരു ഫെദർ എടുത്തിട്ട് ആ ലീഷനിൽ റബ്ബ് ചെയ്ത് നോക്കുക, ടിക്കിളാവുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ. എന്നിട്ട് ഈ സെയിം ടെസ്റ്റ് ഒന്നും കൂടെ കണ്ണടച്ചിട്ട് നോക്കണം. ഒരു ലൈറ്റ് ഫെദർ എടുത്തിട്ട് ആ അനസ്തെറ്റിക് ലീഷൻ, സസ്പെക്റ്റ് ചെയ്യുന്ന അനസ്തെറ്റിക് ലീഷനിൽ റബ്ബ് ചെയ്ത് സ്ട്രോക്ക് ചെയ്ത് നോക്കുക, ടിക്കിളാവുന്നുണ്ടോ എന്ന് ചോദിക്കുക. ഇനി അഥവാ കുട്ടിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ യു ഡു ഇറ്റ് ഓൺ ദ മദർ. അമ്മയെ കാണിച്ച് കൊടുത്ത് അമ്മയുടെ മുകളിൽ ചെയ്തിട്ട് കുട്ടിയുടെ അടുത്ത് കോപ്പി ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ടിക്കിളാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സെൻസറി ലോസ് ആകാമെന്ന് നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ റെഫർ ദ പേഷ്യൻറ്റ്. പിന്നെ കൊടുത്തേക്കുന്ന 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് സെൻസേഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഓൺ ബോത്ത് സൈഡ്സ് പ്രൊവൈഡഡ് വൺ ഹാസ് റൂൾഡ് ഔട്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആൻഡ് എനി അതർ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ലൈക്ക് സെറിബ്രൽ പാൾസി. അതെഴുതിയേക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഈ ലെപ്രസി പേഷ്യൻറ്റിൽ, കൊച്ചു കുട്ടികളിൽ എസ്പെഷ്യലി ബോത്ത് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് സെൻസേഷൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ലെപ്രോമാറ്റസ് സ്പെക്ട്രത്തിൽ വരുന്ന വളരെ വളരെ റെയറാണ്. ഇപ്പം നമ്മൾ ഈ പിക്ചർ കണ്ടില്ലേ, ഇതുപോലെ ഒരു ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷൻ അല്ലെങ്കിൽ റെഡിഷ് ലീഷൻ വന്നിട്ട് ഒരു നെർവ് ഇൻവോൾഡും ഒരു കയ്യോ ഇൻവോൾവ് അങ്ങനെയായിരിക്കും, ലോക്കലൈസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. എക്സ്റ്റെൻസീവായിട്ട് ലെപ്രോമാറ്റസ് സ്പെക്ട്രം കൊച്ചു കുട്ടികളിൽ വരുന്നത് റെയറാണ്. റിപ്പോർട്ട്സ് ഉണ്ട്, പക്ഷെ റെയറാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ലോസ് ഓഫ് സെൻസേഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ഓൺ ബോത്ത് സൈഡ്സ്. വൺ ഹാസ് റൂൾഡ് ഔട്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആൻഡ് സെറിബ്രൽ പാൾസി. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ സമയത്ത് ന്യൂറൽ ട്യൂബിൽ നിന്നാണല്ലോ ബ്രെയിനും സ്പൈനും എല്ലാം ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്ന ഡിഫക്ട്സ് അത് നമുക്ക് കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അവിടെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഓപ്പണിംഗ് ആയിട്ടിരിക്കും, പ്രോപ്പർ ക്ലോസ്ഡ് ആയിരിക്കത്തില്ല. അതും ലെപ്രസി ആയിട്ട് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഇസ് സെറിബ്രൽ പാൾസി. അവർ പറഞ്ഞേക്കുന്നത് സെറിബ്രൽ പാൾസിയിൽ സ്റ്റിഫ് മസിൽസും ഗെയ്റ്റ് അബ്നോർമാലിറ്റിയും പോസ്ചറും ബാലൻസും എല്ലാം അബ്നോർമൽ ആയിരിക്കാം.
അപ്പം അതിലും ഇതായിട്ട് കൺഫ്യൂഷൻ വരണ്ട. ലെപ്രസിയിൽ അങ്ങനെയൊന്നും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇഫ് എനി വൺ ഇസ് പോസിറ്റീവ് യു റെഫർ ഫോർ ഹാൻസൺസ് ഡിസീസ്. അപ്പോൾ ഏതൊക്കെ എനി വൺ യു ആർ സീയിങ് എ ഹൈപ്പോപിഗ്മെൻറ്റഡ് ഓർ റെഡിഷ് സ്കിൻ ലീഷൻ വിത്ത് ലോസ് ഓഫ് സെൻസേഷൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിലും യു സസ്പെക്ട് ഇറ്റ് ഈസ് എ ഹാൻസൺസ് ഡിസീസ്, യു ക്യാൻ റെഫർ ദ പേഷ്യൻറ്റ്. സെക്കൻഡ് ഇസ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഡെക്സ് കേസ്. ഫാമിലിയിൽ ഏതെങ്കിലും ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യണം. മൂന്നാമത് നമ്മുടെ ഡെഫിനിറ്റ് ഇമ്പയർമെൻറ്റ് ഓഫ് സെൻസേഷൻ, അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കിട്ടിയെങ്കിലും നമ്മൾ റെഫർ ചെയ്യണം. നാലാമത്തെന്ന് പറയുന്നത് ലോസ് ഓഫ് സെൻസേഷൻ, ഹാൻഡ്സ് അല്ലെങ്കിൽ ഫീറ്റിൽ ഒരു ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ട് എന്ന് തോന്നുവാണെങ്കിലും നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ലെപ്രസി സ്ക്രീനിങ്ങിൽ നോക്കേണ്ടത്. ഇതിൽ നിങ്ങളുടെ കയ്യിൽ ആ ടൂൾ ഇതിരിപ്പുണ്ടോ, സ്ക്രീനിങ് പേപ്പർ ഉണ്ടോ കയ്യിൽ? അതിൻ്റെ അകത്ത് അവർ ദ പാച്ച് ഷുഡ് നോട്ട് ബി പെയിൻഫുൾ എന്നെഴുതിയിട്ടുണ്ട്. പാച്ച് ഷുഡ് നോട്ട് ബി പെയിൻഫുൾ എന്ന്. അനസ്തറ്റിക് സ്കിൻ ലീഷൻ അല്ലേ, പെയിൻ വരുമോ? ഇല്ല. സോ ലെപ്രസിയിൽ പെയിൻഫുൾ ആകത്തില്ല. സെക്കൻഡ് പോയിൻറ്റ്, നോട്ട് ചേഞ്ചിങ് പീരിയോഡിക്കലി വിത്ത് സീസൺസ്, ദറ്റ് ഈസ് അപ്പിയറിങ് ആൻഡ് ഡിസപ്പിയറിങ്. മനസ്സിലായോ? അപ്പം ഈ കളർ ചേഞ്ച് വരുന്നത് ഇപ്പോൾ ഒരു മഞ്ഞ് കാലത്ത് ഡിസപ്പിയർ ചെയ്യുക, അല്ലെങ്കിൽ ചൂട് കാലത്ത് ഡിസപ്പിയർ ചെയ്യുക, ഫുൾ ഡിസപ്പിയർ ആയിട്ട് വീണ്ടും തിരിച്ച് വരിക, അതൊരിക്കലും ഹാൻസൺ ഡിസീസ് അല്ല. ഓക്കെ, അത് വേറൊരു കണ്ടീഷനാണ്. പിറ്റീരിയാസിസ് ആൽബ കാണാം. പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്ന കണ്ടീഷൻസാണ് സാധാരണ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന കണ്ടീഷൻസ്. പിന്നെ അവർ പറഞ്ഞേക്കുന്ന നോട്ട് ഇച്ചി, ചൊറിച്ചിലില്ല. ഈ ഹൈപ്പോപിഗ്മെൻറ്റഡ് അനസ്തറ്റിക് ലീഷനിൽ ചൊറിച്ചിൽ വരുമോ? നെർവ് പോയിരിക്കുക, അവിടുത്തെ നെർവ്സ് ഡിസ്ട്രോയിഡാണ്, അപ്പോൾ ചൊറിച്ചിൽ വരത്തില്ല, പെയിൻ വരത്തില്ല. നാലാമത്തത് നോട്ട് ഷെഡിങ് സ്കെയിൽസ്, സ്കെയിൽസ് ഇല്ല. ഏത് കണ്ടീഷനിലാണ് ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷനിൽ സ്കെയിൽസ് വരുന്നത്? സോറിയാസിസ്. പിന്നെ ഒരു കണ്ടീഷനും കൂടെ, പിറ്റീരിയാസിസ് തേമല്ലോ. ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷൻസ് കാണുന്നു, പക്ഷേ സ്കെയിലിംഗ് കാണും, ഫൈൻ സ്കെയിൽസ് കാണും. അപ്പോൾ സോറിയാസിസിലും പിറ്റീരിയാസിസ് വെർസിക്കോളറിലും ഈ പിറ്റീരിയാസിസ് ആൽബ ഇല്ലേ, അതിലും ശരിക്കും ഫൈൻ സ്കെയിൽസ് കാണും. നെക്സ്റ്റ്, നോട്ട് പ്രിസീഡഡ് ബൈ എനി ഇൻഫ്ലമേഷൻ ഓർ ലോക്കൽ ഇഞ്ചെക്ഷൻ. ഇപ്പോൾ ഒരു സ്കിൻ ഡിസീസ് വന്നെന്ന് വെച്ചോ, നമുക്കൊരു ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ വന്നു, ചുമന്ന് തടിച്ച് വന്നു, അത് കുറച്ച് കഴിഞ്ഞ് സബ്സൈഡ് ചെയ്തു, അവിടെ ഒരു വെള്ള കളറിൽ കിടക്കുന്നു. ഹാൻസൺ ഡിസീസ് ആണോ? അല്ലയോ? അല്ല. ദെൻ വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോപിഗ്മെൻറ്റേഷൻ. പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോപിഗ്മെൻറ്റേഷൻ, ദാറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഹാൻസൺസ് ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഒരു എക്സാമ്പിൾ പറയുന്നത് പോളിമോർഫസ് ലൈറ്റ് ഇറപ്ഷൻ, വെയിലിന് അലർജി വന്നു, ആ ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷൻ കാണാമോ? നേരത്തെ അത് ചുമന്ന് തടിച്ചായിരിക്കും ഇരുന്നത്, അത് സബ്സൈഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റിഷ് കളറിൽ കിടക്കുവാണ്. അപ്പോൾ അങ്ങനെ ഡൗട്ടുള്ളപ്പോൾ നമ്മളെപ്പോഴും സെൻസേഷൻസ് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഒരു ഹയർ സെൻറ്ററിലേക്ക് വിടുക. പിന്നെ ലോക്കൽ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ വെളുത്തു വന്നു എന്ന് പറഞ്ഞാലും, അപ്പം ഒരു വെള്ളപ്പാട് കാണുമ്പോൾ ഈ ഹിസ്റ്ററിയിൽ ഇതെല്ലാം നമ്മൾ ചോദിക്കണം. നേരത്തെ എന്തെങ്കിലും ചുമപ്പുണ്ടായിരുന്നോ, അതിൽ സ്കെയിലിംഗ് ഉണ്ടായിരുന്നോ, പിന്നെ അവിടെ ഇഞ്ചക്ഷൻ എടുത്തിരുന്നോ, അതെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ ചോദിക്കണം. ലാസ്റ്റ് പോയിൻ്റ് എഴുതിയിരിക്കുന്നത് ആൻഡ് ഈസ് നോട്ട് ഡാർക്ക് റെഡ് ഓർ കംപ്ലീറ്റ്ലി ഡീപ്പ് പിഗ്മെൻറ്റഡ്. ഡാർക്ക് റെഡ് ഏതിലാണ് വരുന്നത്? ഡാർക്ക് റെഡ് കളറ് നമുക്കിപ്പോൾ റെഡ് കളറ് ലെപ്രസിയിൽ കിട്ടി. ഡാർക്ക് റെഡ് കളറോ? സോറിയാസിസിൽ കിട്ടാം ഡാർക്ക് റെഡ്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സ്കെയിൽസ് വരും. ഹെമറേജ് ഇൻ ടു സ്കിൻ ആണെങ്കിലോ അപ്പോഴും ഡാർക്ക് റെഡ് കളറ് കിട്ടാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. പിന്നെ വെള്ള കളറിൻ്റെ വേറൊരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് വിറ്റിലിഗോ, വെള്ളപ്പാണ്ട്. നമ്മുടെ ഹൈപ്പോപിഗ്മെൻറ്റഡ് ലീഷനും ഇതും തമ്മിൽ എന്താ വ്യത്യാസം?
ഇത് ഡീപ് പിഗ്മെൻറ്റഡ് ആണ് എന്ന് വെച്ചാൽ ആ സ്ഥലത്തുള്ള എല്ലാ മെലനോസൈറ്റ് ഉണ്ടല്ലോ കളർ തരുന്നത് അത് ഫുൾ ഡിസ്ട്രോയിഡായി. അവിടെ വൈറ്റ് കളർ, നല്ല വൈറ്റ് കളറിലിരിക്കുന്നതാണ് ഡീപ് പിഗ്മെൻറ്റഡ്. മറ്റേത് ഹൈപ്പോ പിഗ്മെൻറ്റഡ് ആണ്, കളർ മങ്ങിയ പാടുകൾ എന്നാണ്. ഇത് ഡീപ് പിഗ്മെൻറ്റഡ്, ഫുൾ വൈറ്റ് കളറിലെടുക്കാൻ. അപ്പം ഈ വെള്ളപ്പാണ്ടും ഹാൻസൻസ് ഡിസീസും കൂടെ കൺഫ്യൂസ് ആയി പോകരുത്. ഓക്കെ. ഈ പിറ്റീരിയാസിസ് ആൽബയാണ് എപ്പോഴും നമുക്ക് ഇൻഡിറ്റർമിനേറ്റ് ലെപ്രസി ആയിട്ട് കൺഫ്യൂഷൻ വരുന്നത്. മനസ്സിലായാലും ഇതിലും സെൻസേഷൻ നോർമലായിരിക്കും, ചിലപ്പോൾ അതിലും സെൻസേഷൻ നോർമലായിരിക്കും. ഇതിൽ പക്ഷേ ബോർഡേഴ്സ് കുറച്ചും കൂടെ ഡിഫൈൻഡ് ആണ് ഇതിൽ. കണ്ടോ, എല്ലാ കേസിലും വേണമെന്നില്ല. ഇൻഡിറ്റർമിനേറ്റിൽ എങ്ങനെയായിരുന്നു ബോർഡേഴ്സ്? ഇൽ ഡിഫൈൻഡ് ബോർഡേഴ്സ്. ഓക്കെ. പിന്നെ ചില മറുകുകളുണ്ട്, മറുക്, വെള്ള കളറിലിരിക്കുന്ന മറുക്, അത് ഹാൻസൻ ഡിസീസായിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. നീവസ് ഡീ പിഗ്മെൻറ്റോസസ് എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ പ്രസൻറ്റ് ചെയ്യും, യൂഷ്വലി ഫ്രം ബർത്ത് കാണും. ഹേലോ നീവസ് അതും ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലാണ്. കറുത്ത മോളിന് ചുറ്റും, കറുത്ത മറുകിന് ചുറ്റും വെള്ള കളർ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഹേലോ നീവസ്. ഇത് ഹൈപ്പോമെലനോസിസ് ഓഫ് ഇറ്റോ, ഇതും ഒരു അറ്റ് ബർത്ത് വരുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോ പിഗ്മെൻറ്റേഷനാണ് നമ്മൾ കാണുന്നത്. ആ കിട്ടിയേക്കുന്ന ചരടിന് റിയാക്ഷൻ വന്നിട്ട് ഡീ പിഗ്മെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് കോമൺ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഓഫ് ഹാൻസൻ ഡിസീസ്. ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ പിറ്റീരിയാസിസ് ആൽബ, വിറ്റിലിഗോ, നീവസ്, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ, പിന്നെ എന്തായാലും നമ്മൾ പറഞ്ഞ ഹൈപ്പോ പിഗ്മെൻറ്റഡ് ടീനിയ വേഴ്സിക്കോളർ. ഇതൊക്കെയാണ് കോമൺ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. അപ്പോൾ ഇതിൽ ടേക്ക് ഹോം മെസ്സേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേഷ്യൻറ്റിനെ ഹൈപ്പോ പിഗ്മെൻറ്റഡ് ലീഷൻ അല്ലെങ്കിൽ ഒരു റെഡിഷ് ലീഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരു സസ്പിഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റെഡിഷ് ലീഷൻ കണ്ടു, അവിടെ കുറച്ച് ഹെയർ ലോസ് ഉണ്ട്, ഒരു റേസ്ഡ് ബോർഡർ ഉണ്ട്, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻ ഒരു ഹാൻസൻ ഡിസീസ് ആകാം എന്ന് കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി റെഫർ ദ പേഷ്യൻറ്റ് ടു എ ഹയർ സെൻറ്റർ. ആൻഡ് യു ഹാവ് ടു മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ചൈൽഡിന് എപ്പോഴും ഒരു കോണ്ടാക്റ്റ് കാണും. ഫാമിലി ആയിരിക്കും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇൻഡെക്സ് കേസ്, അത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ മേജർ ഇത്. Okay, thank you.